മേഘന കൂടി ചേരുന്നു. മേഘന, എനിക്ക് ഇന്നും നാളെയും തീവ്ര മഴ തുടരുമെന്നറിയാൻ കഴിയുന്നുണ്ട്. നാളെ എറണാകുളം അടക്കം മലപ്പുറം അടക്കം 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് അല്ലേ? ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് താനും. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇന്നും നാളെയും ഇതേ അളവിൽ, അതായത് മധ്യ വടക്കൻ കേരളത്തിൽ ഇതേ ശക്തിയിൽ മഴ തുടരുമെന്നുള്ളതാണ്. അത് ഇന്ന് പുലർച്ചെ വരെ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് 14 ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ട് നൽകുന്നത്. അതിൽ പ്രധാനമായും എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെ വരെ, നാളെ പുലർച്ചെ വരെ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലാണ് ഒന്ന് മഴ കുറഞ്ഞേക്കുമെന്നുള്ള സൂചനയുള്ളത്. അങ്ങനെ മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും മഴയുടെ അളവ് കൂടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും ഈ തെക്കൻ കേരളം ഒഴിച്ച് ബാക്കി വടക്കൻ മധ്യ കേരളത്തിലെല്ലാം മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് അടക്കം നിലവിലുണ്ട്. അങ്ങനെ ഇന്നും നാളെയും ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മഴ ശക്തിപ്പെടുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും നാളെയും തീരദേശ പ്രദേശങ്ങളിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ ഇന്നും നാളെയും മഴ ശക്തമാകും. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മഴ കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്തായാലും ഇന്ന് മധ്യ വടക്കൻ കേരളത്തിലുള്ളവർ ജാഗ്രതയോടെ ഇരിക്കുക. അതായത് ഇന്ന് പുലർച്ചെ വരെ ഇതേ അളവിൽ ശക്തമായ അതിതീവ്രമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ മേഘന, അതാണ് ഏറ്റവും ഒടുവിലത്തെ മഴ മുന്നറിയിപ്പ്.